viewers, this is Chesina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ. യെസ്, അപ്പോൾ നമ്മുടെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രീതിയിൽ, അപ്പോൾ ഇതൊന്നൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ മക്കൾക്ക് ചോദ്യം വരെ. സോ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സെറ്റ് നോക്കട്ടെ. ഓൾറെഡി 2 സെറ്റ് മിസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ള 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വീഡിയോ ഈ ഒരു ചാനലിൽ കിടപ്പുണ്ട്. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കടാ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത് ഖിഡ്കി എന്ന് പറഞ്ഞ നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. നോക്കിക്കേ, मेरे पत्नी को इशारा किया तो उसने आंखें तरह कर मुझे चुप रहने का संकेत दिया. अच्छे 5 पीस लूं तो कितने को दोगी. ഓക്കെ, അപ്പം സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ മിസ് സിറ്റുവേഷൻ പറഞ്ഞുതരാം. ട്രെയിനിൽ കയറി യുവതി ഷോൾ വിൽക്കാൻ വരുന്ന സമയത്ത് 5 ഷോൾ എടുത്താൽ എത്ര രൂപ വേണം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് 5 ഷോൾ എടുക്കാം, ഇത്ര രൂപയ്ക്ക് വേണം എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് അവസാനത്തെ സമയം എത്തുന്നില്ലേ, അതാണ് ഈ ഒരു സിറ്റുവേഷൻ. ചോദ്യം, സഹി വികൽപ്പ് ചുൻകർ ലീഗെ, ശരിയായിട്ടുള്ള ഗ്രാമർ തന്നെ ഒരു വീഡിയോ മിസ് ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ പോയി കണ്ടോളൂ, സെറ്റ് ആവും. ഓക്കെ, വഹ് പ്ലസ് കെ ഉസ്കാ, വഹ് പ്ലസ് കി ഉസ്കാ, വഹ് പ്ലസ് ക ഉസ്കാ, വഹ് പ്ലസ് നെ ഉസ്കാ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അല്ലേ, വഹ് പ്ലസ് ക ഉസ്ക. അടുത്തത്, യുവതിക്ക് ആകെ ബർ ആയി ക്യോ, യുവതിയുടെ കണ്ണ് എന്തിനാണ് നിറഞ്ഞത് അല്ലേ. യുവതിയുടെ ആ ജീവൻക്ക് കഠിനായിക്ക് ബാരേമേ സോച്ചനാൽ, ആ ഒരു കഠിനായി അല്ലേ, ആ ഒരു കഠിനായി എന്ന് പറഞ്ഞാൽ ആ കഷ്ടതകൾ, ജീവിതത്തിന്റെ കഷ്ടതകൾ, കഠിനായിക്ക് ബാരേമേ, ആ കഷ്ടതകളെ കുറിച്ച് എന്താണ് ചിന്തിച്ച സമയത്താണ് എന്ത് അവർക്ക് സങ്കടം വന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അടുത്തത്, ലഘുകഥാക്ക് ഈസ് പ്രസംഗ് പർ പട്കഥാക്ക ഏക് ദൃശ്യ ലിഖേ. അപ്പം ഈ പട്കഥയുടെ ഈ തന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യാം, പട്കഥയുടെ ഭാഗം അല്ലെ, പട്കഥയുമായി ബന്ധപ്പെട്ടിച്ച് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പട്കഥ എഴുതാം. അപ്പം ഇതിലെന്താണ് ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ഒരു പാരഗ്രാഫിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെന്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ, സെന്റൻസ് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് തന്ന പാരഗ്രാഫ് ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് അതിന് തന്നെ എന്ത് ചെയ്താൽ മതി, ഇവരുടെ ഡയലോഗ് എഴുതിയാൽ മതി. അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ദൃശ്യം എഴുതണം. ദൃശ്യം 1 കൊടുക്കാം. ദെൻ സ്ഥാൻ എവിടെയാണ്, ട്രെയിനിൻ്റെ ഉള്ളിലാണ് നമുക്ക് കൊടുക്കാം. ദെൻ സമയിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സമയം, സുബഹാണ്, സുബഹ കൊടുക്കാം. ദെൻ പാത്ര ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ആ യുവതിയുണ്ട്, പതിയുണ്ട്, പത്നിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് അവിടെ നടക്കുന്നത്, വാതാവരണം എന്താണെന്നുള്ളത് നമുക്ക് എഴുതാം. അവിടെ നടക്കുന്നത് എന്താണ്, ഷോൾ വിൽക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്യുന്നത് അല്ലേ. ദെൻ സംവാദ് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പൊ ഈ സംവാദിൽ എന്താ, യുവതി പറയുന്നുണ്ട് അല്ലേ, എന്താ ഈ ഷോൾ ഇത്ര രൂപയ്ക്ക് ഇത്ര ഷോൾ തരാം എന്നുള്ള രീതിയിൽ പറയുന്നു. അതൊക്കെ എവിടെ ഉണ്ടടാ നോക്കിക്കോ. अच्छा 5 पीस लू तो कितने को दोगी അല്ലേ. അപ്പോൾ 200 रुपये पर पीस लेना दीदी എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യുവതി പറയുന്നതും പത്നി പറയുന്നതുമായിട്ടുള്ള സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇതുപോലത്തെ പാരഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അതിലെ ഡയലോഗ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സംവാദം എഴുതാം. അപ്പോൾ പഠിക്കത് സിമ്പിൾ അല്ലേ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യം വൈറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. कोई भी टीम उसे अपनी तरफ गिलाने को तैयार नहीं होती थी. कई बार केशव ने अपने माता पिता से उसके लिए भी भल्ला और बॉल गरी देने का आग्रह किया था. ഒരു ടീമിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കേശവനെ കൂട്ടുന്നില്ല. അപ്പം എനിക്ക് ബാറ്റും ബോളും വേണമെന്ന് ഒരുപാട് തവണ പാരന്റ്സിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് നടന്നു കിട്ടിയില്ല. അതാണ് പാരഗ്രാഫ്. ചോദ്യം, കേശവ് കോ കോയി ബി ടീം അപ്നി തരഫ് ഗിലാനെ കോ തയ്യാർ നഹി തി ക്യോ, എന്തുകൊണ്ടാണ്, അതായത് കേശവന് എന്തില്ല, കേശവന്റെ കൂടെ എന്തില്ല, ബാറ്റും ബോളും അവനില്ല. സോ അതുകൊണ്ടാണ് അവർ കളിക്ക് കൂട്ടാത്തത്. അത് അതിലുണ്ട്, അത് അതേപോലെ ഇങ്ങോട്ട് എഴുതിയാൽ മതി. അടുത്തത്, പ്രസ്തുത പ്രസംഗ് പർ മാതാ പിതാ ഓർ കേശവ് കെ ബീച്ച് കി സംഭാവിത് ബാത്ചീത്. അപ്പം ബോൾ വാങ്ങി തരാൻ പറയുന്ന സമയത്ത് അച്ഛനോടും അമ്മയോടും പറയണം, എനിക്ക് എന്ത് വേണം, എന്താണ് ബാറ്റും ബോളും അല്ലേ, എനിക്ക് വേണം എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നുണ്ടല്ലേ, അതിന് ഒരുപാട് പൈസയാവും എന്നുള്ള രീതിയിൽ അച്ഛൻ സംസാരിക്കുന്നു. പക്ഷെ നീ നന്നായി പഠിച്ചാൽ എന്ത് ചെയ്യാം, നിനക്ക് വാങ്ങിച്ചു തരാമെന്ന് അച്ഛൻ പറയുന്നു. ആ രീതിയിൽ എന്ത് ചെയ്യാം, ആ കോൺവെർസേഷൻ ഒരു 4 ഡയലോഗ് അച്ഛനും ഒരു 4 ഡയലോഗ് കേശവും പറയുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാം. പിന്നെ അതല്ലെങ്കിൽ അടുത്ത ചോദ്യം, പരീക്ഷ കെ ബാദ് കേശവനെ ദാദാജി സെ മാതാ പിതാ കെ പാസ് ജാനെ കാ ആഗ്രഹ കിയ. ഇസ് പർ കേശവ് ഓർ ദാദാജി. അപ്പൊ എന്താണ്, കേശവൻ എന്താണ്
വെക്കേഷനിൽ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പം ദാദാജിയോട് പറയുന്നു അല്ലേ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് കേശവും അതുപോലെ മുത്തശ്ശനും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇതാണ് ചോദ്യം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ അറിയുന്നത് ആ ചോദ്യം എഴുതാം. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ, തുളസി കാ ദോഹ. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഒരു ദോഹ തന്നിട്ടുണ്ട്. ദയാ ധർമ്മ കാ മൂൽ ഹേ, പാപ് മൂൽ അഭിമാൻ. തുളസി ദയാ ന ചോടിയേ ജബ് തക് ഗഡ് മേ പ്രാൺ. അല്ലെ, നമ്മൾ ഒരിക്കലും ദയ അല്ലെ, നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യരുത്, ദയ ഉപേക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. നോക്കിക്കോ, ഘട്ട് സമാനാർത്ഥി ശബ്ദ ക്യാ ഹേ. ഘട്ട് എന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതാണ്? നോക്കിക്കേ, സ്വഭാവ, ശരീര, വചൻ, നാശ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണ്? അത് ശരീരാണ്. അടുത്തത് തുളസിക്ക് പ്രസ്തുത ദോഹ ക ആശയ ലിഖേ. അപ്പം ഈ ഒരു ദോഹയുടെ ആശയമാണ് 2 മാർക്കിന് അല്ലേ. അപ്പം ഇത് വെച്ചിട്ട് ഇതാരുടെയാണ് ഈ ദോഹ? തുളസിദാസിൻ്റെയാണ്. ഇതിലെന്താണ്? നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം ദയ നമ്മൾ ഉപേക്ഷിക്കരുത് അല്ലേ. ദയ എന്താണ്? നമുക്ക് നല്ല കാര്യങ്ങൾ തരും. നമ്മുടെ ചീത്ത കാര്യങ്ങൾ, നമ്മുടെ ചീത്ത സ്വഭാവം ഒരിക്കലും നമ്മളെ സക്സസ്സിലേക്ക് എത്തില്ല. നമുക്ക് പാപങ്ങൾ മാത്രമേ ഉണ്ടാക്കുള്ളൂ എന്ന രീതിയിൽ 2 മാർക്കിൻ്റെ രീതിയിൽ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ ഒരുപാട് എഴുതേണ്ട കാര്യമില്ല. അടുത്തത് മേരി ദുനിയാക്കോ തമാം ബച്ചേ എന്ന് പറഞ്ഞ കവിതയിൽ നിന്നാണ്. അടുത്തത് നോക്കിക്കേ, ചോദ്യം 2 മാർക്കിനുള്ള ഒരു ചോദ്യം മാത്രമേ തന്നിട്ടുള്ളൂ. ദേക്കോ ഉസ് പാർ ഭി മൗസം തോ ഹമാരാ യഹാ ജൈസാ ഹി ഹേ ഇസ്സേ അപ്നാ ക്യാ സംജ അല്ലേ. നോക്കിക്കേ, അപ്പുറത്ത് എന്താ നമ്മളെ പോലെയുള്ള കാലാവസ്ഥയെന്ന് കുട്ടികൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ അതായത് എല്ലായിടത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. വെറുപ്പും വിദ്വേഷവും ഒക്കെ എന്ത് ചെയ്യുക, ഉപേക്ഷിച്ചിട്ട് നല്ലപോലെ ഒരുപോലെ ജീവിക്കുക. അതൊക്കെ തന്നെയാണ് കുട്ടികൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് രക്തം, നമ്മുടെ കൈ മുറിഞ്ഞാലും രക്തം വരും, അവരുടേതും രക്തം വരും അല്ലേ. അപ്പൊ അവർക്കിടയിലുള്ള ആ യുദ്ധം കാര്യങ്ങളൊക്കെ, അവർക്കിടയിലെ വെറുപ്പുണ്ടാക്കി കൊടുക്കുന്ന ഒന്നും ഒരു കാര്യമില്ല. എല്ലാ മനുഷ്യരും ഒന്നാണ് അല്ലേ. അപ്പൊ അപ്പുറത്തെ സൈഡിലുള്ളവർ ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് തന്നെയാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് പരിയിലടിക്കി എന്ന് പറഞ്ഞതിൽ നിന്ന് നോക്കിക്കേ, ജബ് ട്രെയിൻ റൂഖി തോ ഗാർഡിനെ മേരി ബാഹ് പക്കടി. ഓക്കെ, അപ്പൊ ഹർമൻ എന്താണ്? ട്രെയിനിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നത്, അതായത് തടങ്കലിലേക്ക് കൊണ്ടുപോകുന്ന സീനാണ് ഇവിടെ പറയുന്നത്. ഹർമൻ കെ മാം സെ ബിഛുഡ്നെ കാ കാരൺ ക്യാ ഹേ. അമ്മയിൽ നിന്നും ബിഛുഡ്നെ കാ വേർപെടാനുള്ള കാരണം എന്താണ്? യുദ്ധമാണ്. അപ്പം സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെയാണ്. സോ അതുകൊണ്ടാണ് അവർ വേർപിരിഞ്ഞത്. അടുത്തത് ബാരക് കെ അനുഭവം കാ ജിക്ർ കർത്തെ ഹുയെ ഹർമൻ കി ഡയറിയിലേക്ക്. നമ്മുടെ ഹർമൻ്റെ ഡയറി അല്ലേ. അപ്പൊ ഹർമൻ ഇതൊക്കെ എഴുതാം അല്ലേ. എന്താണ്? ട്രെയിൻ, അമ്മയിൽ നിന്നും എന്താണ്, എനിക്ക് വേർപെടേണ്ടി വന്നു, അങ്ങനെ ട്രെയിൻ വന്നു, ഇവരെൻ്റെ കൈ പിടിച്ചിട്ട് ട്രെയിനിൽ കയറ്റി, ഭയങ്കര കഷ്ടപ്പാടാണ്, എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല, വിശക്കുന്നുണ്ട്, ഫുഡ് വേണം, ആ രീതിയിൽ എഴുതാം അല്ലേ. അങ്ങനെയാണ് ആ ഡയറി എന്ത് ചെയ്യാം? ആജ് മേരെ ലിയേ ദുഃഖി ദിൻ താ. ദുഃഖിയാണ്, സന്തോഷമല്ല അല്ലേ. എന്താണ്? എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നോക്കിക്കോ, അടുത്തത് അതല്ലെങ്കിൽ ബാരക് കെ അനുഭവം ബത്താത്തെ ഹുയെ ഹർമൻ അപ്നി മാം കെ നാം. അമ്മയോട് പറയുന്നത് അല്ലേ. അപ്പം അമ്മയോട് പറയുന്ന ലെറ്റർ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ലെറ്ററിന്റെ ഫോർമാറ്റ് തെറ്റിക്കരുത്. സ്ഥാൻ താരീഖ് കൊടുക്കുക, പ്രിയ അമ്മ അല്ലേ. അമ്മ, പ്രിയ അമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ, ആദരണീയ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദരണീയായിരിക്കും കുറച്ചും കൂടി നല്ലത്. റെസ്പെക്റ്റ് കൊടുക്കുക. ദെൻ എന്താണ്, സുഖമാണോ, എന്താ കാര്യങ്ങൾ ചോദിക്കുക. ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, എനിക്ക് അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ട് ആ ഒരു ലെറ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡയറി എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ അതേപോലെ എഴുതാൻ പറ്റും. അപ്പം ഏതാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി വ്യക്തമായിട്ട് ഉറപ്പിച്ചിട്ട് മാത്രം എഴുതാം. അടുത്തത് ദില്ലി മേ മുനീന്ദ എന്ന് പറഞ്ഞതിലുള്ള പാരഗ്രാഫാണ്. മുझे यही बैठ रहना दीजिए मैं आपका सोफा गंदा नहीं करना चाहता. അതിൽ ഓട്ടക്കാരൻ നമ്മുടെ ലേഖികയുടെ വീട്ടിൽ വരുമ്പോൾ പറയുന്നുണ്ട് അല്ലേ, ഞാനിവിടെ നിലത്തിരുന്നോളാം, നിങ്ങളുടെ സോഫ ചീത്തയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പം ആ ഭാഗവുമായി ബന്ധപ്പെട്ട സിറ്റുവേഷനാണ് ചോദ്യം. നോക്കിക്കേ, ഓട്ടോ ഡ്രൈവർ രാജാറാം കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. ഓക്കെ, അപ്പം നമ്മളുടെ ദില്ലി മേ മുനീന്ദയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ആര്? രാജാറാം. എന്താണ് അദ്ദേഹം? എന്താണ്? അച്ഛ ആദ്മി എന്ന് എഴുതാം, ഗരീബി ആദ്മി എന്ന് എഴുതാം. ഓട്ടോവാലയാണ്, ഓട്ടോ ഓടിക്കുന്ന ആളാണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് എന്താണ്? ഗർ നഹി, വീടില്ല എന്ന് എഴുതാം അല്ലെ. കുറെ വർഷങ്ങളായിട്ട് ഇതിലാണ് താമസിക്കുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു അദ്ദേഹത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാം. അല്ലെങ്കിൽ സംഗീതം കി സഹായത സെ ബേഗറോം കി സമസ്യ. ഈ ചോദ്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ കേട്ടോ. വീടില്ലാത്തവരുടെ അവസ്ഥയെക്കുറിച്ച് ഓൾറെഡി പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എല്ലാം കൂടി കൂട്ടിക്കുറച്ച് അങ്ങോട്ട് എഴുതിയാൽ മതി. സാമാജിക അസമാനത, ഗരീബോं की समस्या, बेकारों की समस्या, then समाज का ദൃഷ്ടികോൺ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഈ വീടില്ലാത്ത ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് ഈ ചോദ്യം മസ്റ്റാണ് നിങ്ങൾ പഠിച്ചിട്ട് പോവാട്ടോ. അടുത്തത്
പൈതൽ ചൽത്താ ഹുവ ആദ്മി, പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യം നോക്കടാ. നമുക്ക് ആശയമാണ് എഴുതാൻ തന്നത് അല്ലേ. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുए കവിതാംശ का ആശയ लिखे 4 മാർക്കിന്. വഹാന ചുഖാന ബന്ദ് കർ ദേ. അപ്പൊ എന്താണ് ഇതിലെന്താണ് ഈ തൊഴിലാളികളുടെ അല്ലെ, അതായത് അധ്വാനിക്കുന്ന ആളുകളുടെ കഷ്ടതകളാണ് പറയുന്നത്. അപ്പൊ അവരെന്താണ് അന്നം ഉൽപ്പാദിപ്പിക്കാൻ നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്താ അമീർ ആദ്മി പണക്കാരൊക്കെ എന്ത് ചെയ്യും, വിശന്ന് അല്ലെ, ഭൂഖ് വിശന്നിട്ട് എന്ത് ചെയ്യും, മരിക്കും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം ആ ആശയം നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് ഗലീലിയോ, ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ചാപ്റ്റർ ആണ്. നോക്കിക്കേ, പഹചാൻ കർ ലിഖേ കോൺ സാ ക്രം സഹി ഹൈ, സഹി മിലാൻ കർ. ഏത് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഏത് ക്രമമാണ് ശരിയായിട്ടുള്ളത്. ഗലീലിയോ ഡോക്ടർ ബനന ചാഹത്തെ थे, ബച്പൻ സെ ആലസി थे, മഹാൻ വൈജ്ഞാനിക थे. ഏതാണ് ഗലീലിയോ അല്ലെ, മഹാൻ വൈജ്ഞാനിക थे, പ്രധാന എന്താണ് ഒരു സയന്റിസ്റ്റ് ആണ്. അടുത്തത് പിത ഡോക്ടർ ബനന ചാഹത്തെ ബച്പൻ സെ ആലസി थे. അപ്പൊ ഏതാണ് പിത, എന്താണ് ഡോക്ടർ ബനന ചാഹത്തെ थे. അപ്പൊ ഇതിൽ ഏതൊക്കെയാ ശരി, 1 ഉം 5 ശരിയാണ്, 3 ഉം 2 ശരിയാണ്. അപ്പൊ നമുക്ക് നോക്കാം, 1 3 1 2 1 5, 1 ഉം 5 ശരിയാണ്. ദെൻ അടുത്തത് 1 4 അല്ലേ. അപ്പൊ ഇതിൽ ഏതാണ് ശരി, 1 ഉം 5 ശരിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കാം, 1 ഉം 5 ശരിയാണ്. അതുപോലെ എന്താ ഈ പിതാവിനെ കുറിച്ചാണ്, പിത ഡോക്ടർ ബനന ചാഹത്തെ थे അല്ലെ, പിതാവാണ് എന്ത് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചത് അല്ലെ, ആര് ഗലീലിയോ ഡോക്ടർ ആവാൻ. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഗലീലിയോ എന്താണ്, ഗലീലിയോ മഹാൻ വൈജ്ഞാനിക थे. ഗലീലിയോ എന്താണ് അതായത് മഹാനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അപ്പം 1 ഉം 5 എന്താണ് ശരിയാണ്. ഓക്കെ, അടുത്തത് നോക്കിക്കോളൂ, വാക്യ വിസ്താർ കരേ. അപ്പം എന്താണ് ഗലീലിയോക്കോ ബേജ് ദിയ അല്ലെ, ഗലീലിയോനെ അയക്കാൻ തീരുമാനിച്ചു അല്ലെ. നോക്കിക്കേ, പിതാനെ പഠനെ കെ ലിയെ ഡോക്ടറി. അപ്പൊ ഗലീലിയോൻ എന്താണ് പഠനെ കെ ലിയെ ബേജ് ദിയ, എന്ത് ഡോക്ടറി പഠനെ കെ ലിയെ, ആര് പിതാജി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഗലീലിയോക്കോ ബേജ് ദിയ, ഗലീലിയോ അയക്കുന്ന എന്തിന്, പഠനെ കെ ലിയെ പഠിക്കാൻ. പഠിത്തൽ നമുക്ക് എന്ത് കൊടുക്കാം, ഡോക്ടറി ചെയ്ത് കൊടുക്കാം. ആരയക്കുന്നത്, അച്ഛനാണ്. അപ്പം അത് ഓരോ സെന്റൻസിൽ ഓരോ വാക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുക. ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. അടുത്തത് നോക്കിക്കേ, നമുക്ക് പുറത്ത് നിന്ന് ചോദ്യം വരില്ല അല്ലെ, നമ്മുടെ ചാപ്റ്ററുമായി ബന്ധമല്ലാത്തത്. നോക്കിക്കേ, വിശേഷൺ ശബ്ദ പഹചാൻ മൗജൂദ് ബഹുത്ത് പ്രദൂഷൺ. ഇതിൽ ഏതാണ് ബഹുത്ത് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്കത് കണ്ടാൽ മനസ്സിലാവും അല്ലേ, വസ്തു ഒന്നും ആയിരിക്കില്ല, വിശേഷണം എന്നുള്ളത് അറിയാലോ, നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ഒരുപാട് എന്നുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പം ബഹുത്ത്. അടുത്തത് പ്ലാസ്റ്റിക് പ്രദൂഷൺ ബഡ്താ ഹേ, പ്ലാസ്റ്റിക് പ്രദൂഷൺ ബഡേഗ എന്നായി. ദെൻ പ്ലാസ്റ്റിക് കെ കാരൻ ബീമാരിയ ബഡ്തി ഹേ. അപ്പൊ ഈ ബഡേഗ വന്നതുപോലെ എന്ത് ചെയ്യുക, ഇത് മാറ്റി എഴുതാം. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്തില്ലേ, ഇങ്ങനത്തെ പാരഗ്രാഫ് കൃത്യമായിട്ട് വായിച്ചാൽ കുറച്ചൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് പ്ലാസ്റ്റിക് പ്രദൂഷൺ കം കർനെ കാ പഹ്ല കദം ക്യാ ഹേ. അപ്പൊ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട അതിന്റെ ആ മലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതില്ലാതാക്കാൻ എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എവിടെയുണ്ട്, ഈ പാരഗ്രാഫിലുണ്ട്. അപ്പൊ അത് വായിച്ചാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ധാരണ കിട്ടി, ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നുള്ള ധാരണ കിട്ടി. പക്ഷെ ഉത്തരം കൂടി വേണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരമൊക്കെ ആയിട്ട് ഇന്ന് കറക്റ്റ് 5 മണിക്ക് മിസ് ഒരു ലൈവ് വരുന്നുണ്ട്. അപ്പം മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് നിങ്ങൾ പോര്, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദെൻ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.